ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഏണസ്റ്റ് അക്കാദമിയുടെ ലൈവ് വെബിനാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ വെബിനാറാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ന് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജീസും ആ സ്റ്റഡി സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ എന്തൊക്കെയാണ് റിസോഴ്സസ് മെറ്റീരിയൽസ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്, അതുപോലെ ഇതുവരെയുള്ള എക്സാമിന്റെ ഒരു അനാലിസിസ് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ. ഫസ്റ്റ് നമ്മൾ ജോബ് പ്രൊഫൈൽ എന്താന്ന് പറയും, അതിന്റെ സാലറി എന്താണ്, അതിനനുസരിച്ചുള്ള എത്ര വേക്കൻസീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പ്രീവിയസ് ഇതുവരെ നടന്നിട്ടുള്ള എക്സാമിന്റെ ഒരു അനാലിസിസ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ സിലബസും അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ് റെഫർ ചെയ്യേണ്ടത്. പിന്നെ ഇനി എന്താണ് റീസെന്റ് ആയിട്ട് നമ്മുടെ PSCയുടെ ട്രെൻഡ് എങ്ങനെയാണ്, ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അതുപോലെ സ്റ്റഡി സ്ട്രാറ്റജി എന്താണ് മെയിൻ ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് തന്നെ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് PSC കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാംസിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എക്സാം കാറ്റഗറി നമ്പർ വന്നിരുന്നത് 519/2015 ആ ഒരു കാറ്റഗറി നമ്പർ വന്നത്. അതിലെ സ്കെയിൽ ഓഫ് പേ മെൻഷൻ ചെയ്തിരിക്കുന്നത് 9190 മുതൽ 15,000 വരെ ഉണ്ടായിരുന്നു. ദെൻ അതിന്റെ വേക്കൻസീസ് വിളിച്ചിരുന്നത് ഒരു വേക്കൻസി മാത്രമായിരുന്നു. അന്നേരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വരെ. ടെസ്റ്റ് ഡേറ്റ് ആ എക്സാം നടന്നിരുന്നത് 2016, അതായത് ഏകദേശം 2015 പോസ്റ്റ് വിളിക്കുകയും 2016 അവസാനത്തോടു കൂടിയിട്ടാണ് ആ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ കട്ട് ഓഫ് വന്നിരുന്നത് 74.67 അതുപോലെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 18. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റാങ്കിന്റെ ആ ഒരു കട്ട് ഓഫ് കടന്ന് ഫസ്റ്റ് റാങ്കിൽ എത്തിയിട്ടുള്ള ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 81. ഓക്കെ, ഇനി വരുന്നതെന്ന് പറഞ്ഞാല് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എത്ര പോസ്റ്റുകളാണ്, അതായത് ഒരു വേക്കൻസിയാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിലും നമുക്ക് ഏകദേശം 3 പേരെ മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്കറിയാം ട്രേഡ്സ്മാൻ ഇതിനു മുമ്പായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നതെല്ലാം ഡിസ്ട്രിക്ട് ബേസ്ഡ് ആയിരുന്നു. ഇപ്പൊ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലും കൂടുതൽ വേക്കൻസീസ് ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ തന്നെ നോക്കുകയാണെങ്കിൽ 14 വേക്കൻസീസ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നിരുന്നാലും ഇത് എന്താണ്, ഇത് ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തിയിരുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് വീണ്ടും സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വരുമ്പോൾ ഓരോ ഡിസ്ട്രിക്ട് വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസും എല്ലാം അതിനനുസരിച്ച് കൂടാനായിട്ട് ഇനിയും ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അപ്പൊ ഈ ഒരു എക്സാമിൽ കണ്ടക്ട് ചെയ്തപ്പം 3 പേരെയാണ് ഓപ്പൺ കാറ്റഗറിയിൽ 2 ബാക്കി 2 കാറ്റഗറീസിലും ആയിട്ട് 3 പേരെയാണ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അഡ്വൈസ് കിട്ടിയത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് വയനാട്ടില് ഈ എക്സാം ട്രേഡ്സ്മാന്റെ എക്സാം കണ്ടക്ട് ചെയ്തപ്പം നടന്ന ആ ഒരു സ്റ്റാറ്റസ് ആണ് ഈ ഒരു ഇതിനകത്ത് കാണിക്കുന്നത്. അതില് പോസ്റ്റ് ഇതുപോലെ തന്നെയാണ്, ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്, വീണ്ടും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്തിരുന്നതാണ്. ഓക്കെ, ആ ഒരു പോസ്റ്റിലേക്ക് വിളിച്ചത് വിത്ത് എഫക്ട് എത്രയാണ്, ജൂണിൽ 2-ാം തീയതി, അതായത് 2018 ഇത് വിളിച്ചത്. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 4 എണ്ണമാണ്. അതിന്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 2021. ഓക്കെ, ദെൻ റാങ്ക് എത്ര വരെയുള്ള റാങ്കുകാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓപ്പൺ കാറ്റഗറി 2 വരെയും, അതുപോലെ ഈഴവ കാറ്റഗറിയിൽ ഒരെണ്ണവും, അതുപോലെ LC/AI എന്ന് പറയുന്ന ആ ഒരു ഇതിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഒരാളെയും, ദെൻ വിശ്വകർമ്മയിൽ 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ അഡ്വൈസ് 4 എണ്ണമാണ് ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ട് അഡ്വൈസ് കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ തന്നെ ഇടുക്കി ജില്ലയിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉള്ള ഇതാണ്. കാറ്റഗറി നമ്പർ വരുന്നത് 2016 343 കാറ്റഗറിയാണ്. അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് റിവൈസ് ചെയ്തിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആണ് 19,000 to 43,600 ആണ്. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് 5. അതോടൊപ്പം ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 ആയിരുന്നു. അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ പാസ്സായതിനോടൊപ്പം തന്നെ അതല്ല, ഇനിയിപ്പം
SSLC ആണെന്നുണ്ടെങ്കിൽ അതിന്റെ തത്തുല്യ യോഗ്യതയായിട്ട് എന്താണ് നമ്മുടെ CHM-നും കോപ്പായ്ക്കും സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ എന്താണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആ ഒരു എക്സാം പാസ്സായിട്ടുള്ളതോ അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളതോ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പാസ്സായിട്ടുള്ള ആൾക്കാർക്കും ഈ എക്സാം എഴുതാൻ ആയിട്ട് എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഈ ഇടുക്കി എക്സാം നടന്നപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ കാറ്റഗറി നമ്പർ ഓൾറെഡി പറഞ്ഞു. ഡേറ്റ് ഓഫ് എക്സാം നടന്നത് മെയ് 25 ഓക്കെ, 2017 മെയ് 25 ആ എക്സാം നടന്നത്. വിത്ത് എഫക്ട് അതിന്റെ ലിസ്റ്റ് വന്നത് എന്നാണ് 26/7/2018 അതോടൊപ്പം അതിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 62 മാക്സിമം ടെസ്റ്റ് മാർക്ക് വന്നിരിക്കുന്നത് എത്രയാണ്? മെയിൻ ലിസ്റ്റിൽ കയറിയത് വന്നിരിക്കുന്നത് എത്രയാണ്? 72 വരെയാണ് വന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് റാങ്ക് 72 തന്നെയാണ്. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ്സ്മാനിന് ITI ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ എത്രയാണോ ടെസ്റ്റിൽ കിട്ടുന്ന മാർക്ക്, ഓക്കെ, ആ ടെസ്റ്റിൽ കിട്ടുന്ന മാർക്കിനനുസരിച്ച് തന്നെ എന്താണ് നമ്മൾ ജോലിയിൽ ക്വാളിഫൈ ആകുകയാണ്. പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂവിനായിട്ട് ഒരു മാർക്ക് ഡിവിഷനോ അങ്ങനെ ഒരു സെപ്പറേഷനോ ഒന്നുമില്ല. ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടുന്നു അത് തന്നെയാണ് നിങ്ങളുടെ ഈ ജോലിയിലേക്കുള്ള ഒരു അടിസ്ഥാനമായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 30. അതിൽ അഡ്വൈസ് കിട്ടിയിട്ടുള്ളവരുടെ എണ്ണം 12. ഓക്കെ, ഇനി ഇതിലെ മാർക്ക് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഏറ്റവും കട്ട് ഓഫ് നമ്മൾ പറഞ്ഞിരുന്ന എത്രയാണ്? ടോപ്പ് മാർക്ക് വന്നിരിക്കുന്നത് 72.67 72 മുതൽ 66 വരെ മാർക്കുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 6. അതേപോലെ തന്നെ 65.67നും 63.67, അതായത് 2 മാർക്ക് മാത്രമാണ് ഇവിടെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. എത്ര പേരുണ്ട് അതിനകത്ത്? 11 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 63.33 മുതൽ 62 വരെ മാർക്ക് റേഞ്ച് ഉണ്ടായിരുന്നവര് 12 പേരാണ്. ഓക്കെ, ഇതില് 30 പേരാണ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇതിനകത്ത് സെയിം മാർക്കുള്ള ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു ലിസ്റ്റിൽ, അതുകൊണ്ടാണ് 30 എന്നുള്ളത് ടോട്ടൽ വരാത്തത്. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് അനാലിസിസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടുക്കിയിൽ എക്സാം കണ്ടക്ട് ചെയ്തിരുന്നപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ അഡ്വൈസ് കിട്ടിയവരുടെ എണ്ണം എന്ന് പറയുന്നത് 8ാമത്തെ റാങ്ക് വരെയുള്ള ആൾക്കായിരുന്നു. ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 64.33 ഈഴവ എന്നുള്ളത് റാങ്ക് കിട്ടിയത് 11ാം റാങ്കിനാണ്. അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 64.67. SC കാറ്റഗറിയിൽ റാങ്ക് അഡ്വൈസ് ആയിട്ടുള്ളത് 23ാം റാങ്കിനാണ്. അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 62.67. ST ആരും തന്നെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ബ്ലാങ്ക് ആയിട്ടുള്ളത്. ദെൻ മുസ്ലിം കാറ്റഗറിയിൽ റാങ്ക് അഡ്വൈസ് ചെയ്തിരിക്കുന്ന 6ാമത്തെ റാങ്ക് വരെയാണ്. മാർക്ക് വന്നത് 66. ഓക്കെ, LC AA സപ്ലിമെന്ററി ലിസ്റ്റ് 1-നകത്തെ ആളാണ് അഡ്വൈസ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ റാങ്ക് മാർക്ക് എന്ന് പറയുന്നത് 61. OBC ആണെന്നുണ്ടെങ്കിൽ റാങ്ക് അഡ്വൈസ് കിട്ടിയത് 3ാം റാങ്ക് മാർക്ക് എന്ന് പറയുന്നത് 67.33. ദെൻ വിശ്വകർമ്മയ്ക്കൽ റാങ്ക് വന്നിരിക്കുന്നത് 17. മാർക്ക് അല്ലെങ്കിൽ ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്ക് വന്നിരിക്കുന്നത് 63.67. ഇതാണ് ഏകദേശം നമ്മുടെ ലാസ്റ്റ് അഡ്വൈസ് നടന്നിട്ടുള്ള എത്ര കട്ട് ഓഫിനടുത്ത് എത്ര മാർക്ക് വരെ കിട്ടിയെങ്കിലാണ് നമ്മൾ ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് അഡ്വൈസ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഒരു അനാലിസിസ് ആണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ്, ഇനി നമുക്ക് ഓൾറെഡി നമ്മുടെ സിലബസ് എന്താണ് PSC റിലീസ് ചെയ്യുകയുണ്ടായി. അടുത്ത് നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 13. അതായത് ഏകദേശം ഇനി ഒരു 2 മാസവും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. സോ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു സിലബസും അതിന്റെ ടോപ്പിക്സ് എന്നുള്ളത് ബ്രീഫായിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതായത് ടോട്ടലി നമുക്ക് 100 മാർക്സിനാണ് നമ്മുടെ എക്സാം വരുന്നതെങ്കിലും ഈ ഒരു സിലബസിനകത്ത് 10 മോഡ്യൂൾസ് ആണ് PSC ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആ ഓരോ മോഡ്യൂളിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ്, അതായത് എല്ലാ മോഡ്യൂളിൽ നിന്നും തന്നെ 10 മാർക്ക് ഡിവിഷൻ ആണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ 10 മോഡ്യൂൾ വെച്ചിട്ട് ഓരോന്നിനും 10 മാർക്ക് ആകുമ്പോൾ ടോട്ടൽ നമ്മുടെ 100 മാർക്സ് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ 100-നകത്തുള്ള ഈ മോഡ്യൂളിൽ നിന്നെല്ലാം തന്നെ ഈക്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് മോഡ്യൂൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ. ഓക്കെ, ഇതിൽ നമുക്കറിയാം ITI ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇൻ ഡെപ്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഒരു ടോപ്പിക്ക് പോലും
വിടാതെ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് കമ്പ്യൂട്ടർ എന്ന് അറിഞ്ഞിരിക്കണം, അതിന്റെ പെരിഫറൽസ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാകും? ഹാർഡ്വെയർ ഉണ്ടാകും, സോഫ്റ്റ്വെയർ ഉണ്ടാകും, ദെൻ ഇതിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണും. സോ ഇത്രയുമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിൻ ആയിട്ട് വിൻഡോസ് ഉണ്ട്, എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഓപ്പൺ സോഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ലിനക്സ് ഉണ്ട്. സോ ഇതിന്റെ രണ്ടിന്റെയും, ഈ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് അറിഞ്ഞിരിക്കണം. അതിന്റെ ഫീച്ചേഴ്സ് മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഡിഫറൻസ് വരുന്നത്, ഇനി എന്തെങ്കിലും കമാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമാൻഡ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഐഡന്റിഫൈ ചെയ്ത് ആ കമാൻഡ്സ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ പിന്നെ വരുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തൊക്കെ, അതുപോലെ ആന്റിവൈറസ്. അതായത് നമ്മളിപ്പോ ഒരു സിസ്റ്റം പറയുമ്പോൾ നമുക്കറിയാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ളത്, അതുപോലെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് വരും. അതായത് ഒരു സിസ്റ്റത്തിനെ നമുക്ക് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാം, അല്ലെ, എന്തെല്ലാം കാര്യങ്ങളാണ് അതിന് വേണ്ടിയിട്ട് എക്സ്റ്റേണലി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിലുള്ളതാണ് ആന്റിവൈറസ്. ദെൻ അതുപോലെ തന്നെ ഡോസിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമാൻഡ്സ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലിനക്സിന്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ. ഓർക്കുക, എല്ലാ മോഡ്യൂളിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, 10 മാർക്സ് തന്നെയാണ് ഓരോ മോഡ്യൂളിനും. നെക്സ്റ്റ് മോഡ്യൂൾ ആയിട്ട് വരുന്നത് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മുടെ MS Office യൂസ് ചെയ്തിട്ട് വേർഡിന്റെ പ്രോസസ്സിംഗ് ആണ് ഇവിടെ വരുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഓഫീസ് ബട്ടൺ ഏതൊക്കെയാണ്, ഏതൊക്കെ ടൂൾ ബാർസ് ആണ് ഓരോ ഓപ്ഷനും നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അതിനെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും, ആ സേവ് ചെയ്യുന്നതിന് ഏതൊക്കെ ഫോർമാറ്റുകൾ ഉണ്ട്, അതിന്റെ എക്സ്പാൻഷൻ, ഇതെല്ലാം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതിന്റെ ഒബ്ജക്ട്സ്, അതായത് വർക്കിംഗ് വിത്ത് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ സബായിട്ട് ഓരോ ഡോക്യുമെന്റിനെ നമുക്ക് എങ്ങനെ പ്രോസസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മെയിൽ മാരേജ് എന്നൊരു ഇതുണ്ട്. എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അതുപോലെ അതിന്റെ ടെംപ്ലേറ്റ്സും പിന്നെ വേർഡിലുള്ള മറ്റു ടൂൾസും ആണ് ഈ മോഡ്യൂളിന്റെ ഏകദേശ കണ്ടന്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് മോഡ്യൂൾ വരുന്നത് സ്പ്രെഡ്ഷീറ്റ് ആണ്. നമുക്കറിയാം വേർഡ് ഓൾറെഡി പറഞ്ഞു. സോ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ MS ഓഫീസിന്റെ തന്നെ വേറൊരു ഫീച്ചർ ആണ്. എക്സൽ ആണ്, MS എക്സൽ ആണ് അതിൽ വരുന്നത്. അതിനകത്ത് ഓർത്തിരിക്കുക, യൂസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ ടൈപ്സ് മെയിൻ ആയിട്ട് നമ്മൾ കാൽക്കുലേഷൻസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ എന്താണ് സെൽ റെഫറൻസിങ്, ഒരു റോ ആൻഡ് കോളം ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് സെല്ല്. അതിന് ഓരോന്നിനെയും നെയിം ചെയ്തിട്ടുണ്ടാകും. ദെൻ അതിന്റെ കറസ്പോണ്ടിങ് കോളം, അതിന്റെ കറസ്പോണ്ടിങ് റോ അനുസരിച്ച് ആ സെല്ലിനെ റെഫറൻസ് ചെയ്യുന്നതും ഡിഫറെന്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഓരോ ഷീറ്റും, അതായത് ഒരു സ്പ്രെഡ്ഷീറ്റ് നമ്മൾ സേവ് ചെയ്ത് അതിന്റെ അടുത്തുള്ള ഷീറ്റും എല്ലാം കൂടെ നമുക്ക് എങ്ങനെയാണ് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെ, ഓക്കെ, അതുപോലെ ഒരു ഡേറ്റനെ നമുക്ക് എങ്ങനെയാണ് സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെ, ദെൻ ആ ഓരോ ഡേറ്റനെ വാലിഡേറ്റ് ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫിഗേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എന്താണ് ചാർട്ട്സ്, അതുപോലെ ഡേറ്റ ടേബിൾസ്, പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് വരുന്നതാണ് പിവറ്റ് ടേബിളും ഗോൾ സീക്ക് എന്നുള്ള ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ MS എക്സലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിന്റെ എല്ലാം തന്നെ ആ ഒരു എന്താണ് ഓരോന്നിന്റെ ഓപ്ഷൻ എന്താണെന്നും അത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നും എങ്ങനെ നമുക്ക് അതിനെ ചൂസ് ചെയ്യാം, ഏത് ഓപ്ഷനിൽ നിന്നാണ്, ഏത് ടൂൾ ബാറിൽ നിന്നാണ് എന്നുള്ളതെല്ലാം സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് മോഡ്യൂൾ വരുന്നത് നാലാമത്തെ മോഡ്യൂൾ ആയിട്ടുള്ള പവർ പോയിന്റ് ആണ്. പവർ പോയിന്റിൽ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ പ്രസന്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം, ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രസന്റേഷൻ എന്താണ് ഇഫക്റ്റീവ് ആക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പവർ പോയിന്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അതിന്റെ ഡിഫറെന്റ് ഫോർമാറ്റുകൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇമേജസ് നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ സ്ലൈഡ് ഷോസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ദെൻ ഒരു നല്ല പ്രസന്റേഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതെല്ലാമാണ് ഈ ഒരു 4th മോഡ്യൂളിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഡേറ്റാബേസ് കൺസെപ്റ്റ്സ്. നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ച് ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആൻഡ് സബ്ജക്റ്റ് ആണ് ഡേറ്റാബേസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡേറ്റാബേസിനകത്ത് നമുക്ക് DBMS വരുന്നുണ്ട്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ റിലേഷണൽ ഡേറ്റാബേസ്, അത് നമ്മൾ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അതിന്റെ ഡിഫറെന്റ് മോഡൽസ് വരുന്നുണ്ട്, സ്കീമ മോഡൽസ് വരുന്നുണ്ട്, പിന്നെ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിന്റെ എന്താണ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലുള്ള കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിൽ വരുന്നത്. പിന്നെ നമുക്കറിയാം യൂസേഴ്സ് ഏതൊക്കെയാണ്, ഓരോ സ്കീമ ഏതാണ്,
അതുപോലെ ഒരു ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് നോർമലൈസേഷൻ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ആ നോർമലൈസേഷൻ തമ്മിലുള്ള കൺവേർഷൻസ് 1NF 2NF അതുപോലെ കൺവേർഷൻസ് എന്ത് കാര്യം അവിടെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഓരോന്നിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്റ്റേറ്റ്മെന്റ്സിന്റെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് DDL, DML ആൻഡ് DCL സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഡിഫൈൻ ചെയ്യാനും അതുപോലെ ഉള്ള ഡേറ്റാനെ നമുക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതുപോലെ തന്നെ കൺട്രോൾ, ഇപ്പൊ ഒരു ഡേറ്റ നമുക്ക് ഒരാൾക്ക് പാസ് ചെയ്യണം, അതായത് ഒരു പ്രിവിലേജസ് ഒക്കെ പാസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ DCL എന്ന് പറയുന്നത്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനിയിപ്പം അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഡേറ്റാസ് പാസ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിനെയും നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്താണ് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ കീ യൂസ് ചെയ്യും. ഓക്കെ, അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കീസ് ആണ് പ്രൈമറി കീ, ഫോറിൻ കീ, അതുപോലെ കാൻഡിഡേറ്റ് കീ, അതുപോലെ കുറച്ച് കീസ് ഉണ്ട്. അതിന്റെ എല്ലാം കാര്യങ്ങൾ തന്നെ ഈ മോഡ്യൂളിൽ പഠിക്കേണ്ടതാണ്. പിന്നെ ഇൻഡിസസ് ആഡ് ചെയ്യുന്നത്, അതുപോലെ ട്രാൻസാക്ഷൻസ്, ഡേറ്റാബേസിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഒരെണ്ണം ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ഇപ്പം അതിന്റെ കുറച്ച് കണ്ടീഷൻസ് കാണുമല്ലോ, ആ കണ്ടീഷൻസ് എന്തൊക്കെ ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് ഇപ്പം റിവോക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമ്മിറ്റ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മുടെ സിസ്റ്റത്തിൽ എസ്റ്റാബ്ലിഷ് ആകുള്ളൂ. ദെൻ അതുപോലെ തന്നെ നമുക്ക് RDBMS ൽ നമുക്കറിയാം ടേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ടേബിൾസ് കമ്പൈൻ ചെയ്ത് എങ്ങനെയാണ് അതിന്റെ ജോയിൻ പെർഫോം ചെയ്യുന്നത്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോയിനിങ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നാച്ചുറൽ ജോയിന്, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോയിൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ദെൻ സബ് ക്വറീസ്, സെലക്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്വറീസ് വരുന്നുണ്ട്. ദെൻ എന്താണ് ഫങ്ഷൻസ് യൂസ് ചെയ്യും നമ്മൾ ഈ ക്വറീസിനകത്ത്. അതിന് വേണ്ടിയിട്ടാണ് സമ്മ്, ആവറേജ്, മാക്സ്, മിന്ന്, കൗണ്ട് മുതലായിട്ടുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൊറിയയിൽ ഡിഫറൻസ് വരുന്നത് എന്നുള്ള അത്രയും ടോപ്പിക്സും ഈ ഡേറ്റാബേസിനകത്ത് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മാർക്ക് ഡിവിഷൻ വരുന്നത് സെയിം തന്നെയാണ്, 10 മാർക്സിനാണ് ഇതും വരുന്നത്. നെക്സ്റ്റ് മോഡ്യൂൾ ആണ് 6th മോഡ്യൂൾ. നമുക്കറിയാം ITI ബേസ്ഡ് ആണെങ്കിലും ഡിഗ്രി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിലും എന്താണ് മെയിൻ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് സിലബസ് ഇൻക്ലൂഡ് ചെയ്താൽ പോലും കുറച്ച് വാസ്റ്റ് ആയിട്ട് ടോപ്പിക്സ് കാണുന്ന ഒരു മോഡ്യൂളാണിത്. സോ ഇതിൽ നമുക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്താണെന്നുള്ളതും, അതുപോലെ തന്നെ ക്ലയന്റ് ആൻഡ് സെർവർ കമ്മ്യൂണിക്കേഷൻ, ദെൻ പിയർ ടു പിയർ, അതായത് ഒരു മാസ്റ്റർ ഓർ സ്ലേവ് റിലേഷൻഷിപ്പ് ഇല്ലാതെ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള നെറ്റ്വർക്കിംഗ് ആണ് പിയർ ടു പിയർ. അതുപോലെ പ്രോക്സി സെർവറിന്റെ കൺസെപ്റ്റ്, ഫയർവാൾ സെർവർ, അതുപോലെ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ വരുമ്പോൾ ഉള്ള സെർവർ, ദെൻ നെറ്റ്വർക്ക് ടോപ്പോളജീസ് നമുക്കറിയാം, ബസ്, സ്റ്റാർ, റിങ്, അതുപോലെയുള്ള ടോപ്പോളജീസ് വരുന്നത്. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് ലാൻ, വാൻ ആൻഡ് മാൻ, അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോന്നിന്റെയും ഡിസ്റ്റൻസ് എത്രയാണ്, അതിന്റെ ലിമിറ്റേഷൻ കാര്യങ്ങളും ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് നെറ്റ്വർക്കിന്റെ കമ്പോണൻസ് ആണ്. നെറ്റ്വർക്ക് കമ്പോണൻസ് നമുക്കറിയാം എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സിനെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പോണൻസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, മോഡം നമുക്കറിയാം, മോഡം ആൻഡ് ഡീമോഡുലേഷൻ ചെയ്യുന്നതാണ്. ദെൻ ഹബ്ബ്, സ്വിച്ച്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ മുതലായിട്ടുള്ള നെറ്റ്വർക്ക് കമ്പോണൻസും അതിന്റെ ഓരോ ഏതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട്, ഇപ്പൊ റിപ്പീറ്റർ അതുപോലുള്ളതൊക്കെ എന്താണ്, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളതൊക്കെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ നെറ്റ്വർക്ക് കേബിൾസ് നമുക്കറിയാം, ഒപ്റ്റിക്കൽ ഫൈബർ കേബിള്, അതുപോലെ ട്വിസ്റ്റഡ് പെയർ കേബിൾ, അതുപോലെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കേബിൾസ്, അതിന്റെ സ്പെസിഫിക്കേഷൻ എല്ലാം നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വയർലെസ് നെറ്റ്വർക്ക്സ്, അതായത് എക്സാമ്പിൾ ഇവിടെ ബ്ലൂടൂത്ത് പറഞ്ഞിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ വരുന്നതാണ് വൈഫൈ മുതലായിട്ടുള്ള വയർലെസ് നെറ്റ്വർക്കുകൾ. ദെൻ കൺസെപ്റ്റ് ഓഫ് ISO OSI 7 ലെയർ മോഡൽ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതിലെ ഓരോ ലെയറിലും ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ്, ഇപ്പൊ ഫിസിക്കൽ ലെയറിലാണെന്നുണ്ടെങ്കിൽ ബിറ്റ്സ്, അതുപോലെ നെക്സ്റ്റ് ലെയറിൽ എന്താണ്, അങ്ങനെ ഓരോ ലെയറിലുമുള്ള ടൈപ്പ് ഓഫ് ഡേറ്റയും അറിഞ്ഞിരിക്കണം. മസ്റ്റ് ആയിട്ടും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നതാണ്. എല്ലാ PSC എക്സാമിനും ഈ ഒരു OSI ലെയറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ്
നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ഉണ്ട്, ദാറ്റ് ഈസ് TCP/IP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉണ്ട്, ടെൽനെറ്റ്. ഇതിന്റെ പോർട്ട് നമ്പറുകളും അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളതും മെയിൻ ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ് എന്താണ്, അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, അതിനകത്ത് വരുമ്പോൾ ഓരോ ക്ലാസ് ഡിവിഷൻസ് ഏതൊക്കെയാണ് വരുന്നത്, അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര സബ്നെറ്റുകൾ വരും. ഈ പ്രോബ്ലംസ് മുതലായിട്ടുള്ള ടോപ്പിക് എല്ലാം തന്നെ ഈ ഒരു നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോബ്ലമാറ്റിക് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അതിന്റെ ഒരു സബ് മോഡ്യൂൾ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇന്റർനെറ്റ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് വേൾഡ് വൈഡ് വെബ് എന്നുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്, പിന്നെ വെബ് ബ്രൗസേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇന്റർനെറ്റ് സെർവേഴ്സ്, ദെൻ സെർച്ച് എൻജിൻസ്, അതുപോലെ തന്നെ DNS, അതായത് നമുക്ക് ഓരോ വെബ് സെർവറും നെയിം ചെയ്യുന്നത് URL-നെ ബേസ് ചെയ്തിട്ടാണ്. അത് എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, DNS എന്ന് പറയുന്ന ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്, യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണ്, ദെൻ വീഡിയോ ചാറ്റിംഗ് ടൂൾസ്. ഇതിപ്പോ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ കോവിഡിന് ശേഷം കുറച്ചും കൂടെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഓൺലൈൻ ആയിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നതാണ്. സോ ആ ഒരു ടോപ്പിക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വീഡിയോ ചാറ്റിംഗ് ടൂൾസ് ഏതൊക്കെയാണ്, അതുപോലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇപ്പൊ ഓരോന്നും ഉണ്ടെങ്കിൽ അത് ഓൺലൈൻ ആയിട്ട് യൂസ് ചെയ്യുന്ന അതിന് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഏതാണ്, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ഈ 7th മോഡ്യൂൾ ആണ് വെബ് ഡിസൈൻ കൺസെപ്റ്റ്സ്. നമുക്കറിയാം വെബ് ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വെബ് പേജസ് ഉണ്ടാകും. ആ വെബ് പേജസിനെ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടും ഡൈനാമിക് ആയിട്ടും പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്, അതുപോലെ ഈ വെബ് പേജസിനെ നമുക്ക് മെയിൻ ആയിട്ട് അതിന്റെ ഫ്രണ്ട് എൻഡ് വരുന്നത് HTML വെച്ചിട്ടായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതോടൊപ്പം തന്നെ അതിന്റെ വേരിയസ് ആയിട്ടുള്ള ടാഗ്സ്, പിന്നെ അതുപോലെ തന്നെ ഓരോ വെബ് പേജിനും കൺട്രോൾസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ആ കൺട്രോൾസിന്റെ എന്തെല്ലാമാണ് ഐഡിയാസ്, ഏതൊക്കെ ഒരു ഇതിലാണ് ഓരോ പോയിന്റിലാണ് നമ്മൾ ഇന്ന കൺട്രോൾ ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. അതുപോലെ തന്നെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉണ്ട്. ആ ഒരു എങ്ങനെയാണ് HTML-ലോട്ട് ഈ CSS-നെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള CMS ടൂളാണ് ജൂംല, അതുപോലെ വേർഡ് പ്രസ് എന്നുള്ളത്. അതുപോലെ തന്നെ വെബ് ഓതറിംഗ് ആയിട്ടുള്ള ടൂൾസ് ആണ് കമ്പോസർ ആൻഡ് ഫ്രണ്ട് പേജ് എന്നുള്ളത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അതുപോലെ തന്നെ മുമ്പേ പ്രസന്റേഷൻ സ്കിൽ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളത് പറയുന്ന പോലെ തന്നെ ഗുഡ് ഒരു വെബ് പേജിനെ നല്ലതായിട്ട് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത്, ഇതിൽ നിന്നൊക്കെ മിക്കവാറും സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഈ മോഡ്യൂളിൽ നിന്നും അഗെയിൻ ഒരു 10 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഈസ് 8th മോഡ്യൂൾ ജാവാസ്ക്രിപ്റ്റ് ആണ്. ഇത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കറിയാം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സും, അതിൽ യൂസ് ചെയ്യുന്ന കീവേഡ്സ്, ഡേറ്റ ടൈപ്പ്, വേരിയബിൾസ്, കോൺസ്റ്റന്റ്സ്, അതുപോലെ ആ ഡേറ്റ ടൈപ്സ് തമ്മിലുള്ള കൺവേർഷൻ, ദെൻ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഓപ്പറൻസ് മാത്രമല്ല ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന് പ്രിസിഡൻസ് ഉണ്ടെങ്കിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പം മാത്സിൽ നമ്മൾ ചെയ്യുമ്പോൾ ബോധ്മാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ, അതുപോലെ ഈ ജാവയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏത് ഓപ്പറേറ്ററിനാണ് പ്രിസിഡൻസ് വരുന്നത്, അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്, അതിന്റെ സിന്റാക്സുകൾ, ആ ലൂപ്പ് എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ, ഇപ്പൊ സപ്പോസ് എന്തെങ്കിലും ഒരു ലൂപ്പ് പോലെ തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാമിംഗ് ലെവലിലുള്ള മോഡ്യൂളിൽ നിന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന അറേസ് എന്തൊക്കെ, അതിന്റെ ടൈപ്സ് ആൻഡ് യൂസേജ്, പിന്നെ സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് ഉണ്ട്. നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റില് സ്ട്രിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫംഗ്ഷൻസും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്ത് ആൻഡ് ഡേറ്റ്, മാത്ത് ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ഡേറ്റ് ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ജാവാസ്ക്രിപ്റ്റിൽ കാണാറുണ്ട്. അതുപോലെ അതിന്റെ ഫംഗ്ഷൻസ്. ഓക്കെ, ഇതെല്ലാം തന്നെ ഈ ഒരു മോഡ്യൂൾ, ഫൈനലി ഡോം എന്ന് പറയുന്ന ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡലിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു മോഡ്യൂളിൽ ടോപ്പിക് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബേസ് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ആ ജാവ ഒരു കോഡ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഈ ഒരു മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് 9th മോഡ്യൂൾ ആണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് നമുക്കറിയാം കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ
മെയിൻ ആയിട്ടും തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് എന്നാലും അതിന്റെ ഓരോ ഫാക്ട്സ് ആൻഡ് കണക്ടിങ് ഫാക്ട്സും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെ, ചാർജസ് എന്തൊക്കെ എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഓരോ ഓർഡർ പ്രോസസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ. അതുപോലെ ഓതറൈസേഷൻ ചെയ്യുമ്പോൾ ദെൻ എന്താണ് പേയ്മെന്റ് മെത്തേഡ്സിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതല്ല പേയ്മെന്റ് മെത്തേഡ്സിൽ ഈവൻ നമ്മളെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്താലും എന്തെങ്കിലും സെക്യൂരിറ്റി വൾണറബിൾ ആയിട്ടുള്ള, അതായത് എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെല്ലാം നമുക്ക് എന്താണ് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇ കൊമേഴ്സിന്റെ മോഡ്യൂളിൽ. വളരെ ഷോർട്ട് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്, ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. അതിന്റെ ആ ഒരു കൺസെപ്റ്റ് മാത്രം ഈ ഒരു മോഡ്യൂളിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതിയാകും. 10 മാർക്സ് ആണ് ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മാർക്സ്. ലാസ്റ്റ് മോഡ്യൂളാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന. ഇതിനകത്ത് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രോട്ടോകോൾസ് പറയുന്നുണ്ട്, സെക്യൂർ സോക്കറ്റ് ലെയറും അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള HTTP പ്രോട്ടോകോളിന്റെ കാര്യം പറയുന്നുണ്ട്. ദെൻ സെക്യൂർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്തെല്ലാം ത്രെറ്റ്സ് ഇതിൽ ഫോം ചെയ്യാനായിട്ട് ഉണ്ട്, അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് എന്തെല്ലാം റിസ്ക് മാനേജ്മെന്റ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഡയറക്ടറി സർവീസസ് ഏതൊക്കെ, അതിന് ആക്സസ് കൺട്രോൾ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ്, അതുപോലെ പ്രൈവസി പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം നമ്മളെല്ലാം പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓഡിറ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം മുതലായിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഇതിലുണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റി നമുക്കറിയാം എന്താണ് PSCയുടെ ജനറൽ എക്സാംസ്, ടെക്നിക്കൽ അല്ലാതെ ജനറലി നടത്തുന്ന എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് IT ആക്ടും അതാ സൈബർ ക്രൈമിനുള്ള പെനാൽറ്റീസ് എന്തൊക്കെയാണ്, ആ ഒരു ടോപ്പിക്കും കൂടെ ഈ ഒരു മോഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഷോർട്ട് മോഡ്യൂളാണ്. എന്നിരുന്നാലും നമുക്ക് കവർ ചെയ്യുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള മാർക്സ് എന്ന് പറയുന്നത് 10 മാർക്സിന് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഓവറോൾ സിലബസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഓരോ 10 മോഡ്യൂൾസ് ഉണ്ട്. ആ 10 മോഡ്യൂൾസ് ഓരോ മോഡ്യൂൾസും 10 മാർക്സിന് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് സിലബസിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള PSC എക്സാംസിന്റെ ഒരു പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പം ഇത് എന്ന് വെച്ചാൽ ഡിഗ്രി ബേസ്ഡ് അങ്ങനൊന്നുമല്ല, നമ്മുടെ ഒരു ITI ബേസ്ഡ് ആ ഒരു ഡിപ്ലോമ ബേസ്ഡ് വരുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്നുള്ളതാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ബേസിക് ക്വസ്റ്റ്യൻസ് വരുന്നത് 70% ആണെങ്കിൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് 5 to 7% വരെ ചോദിക്കാറുണ്ട്. നമുക്ക് ഈ ഒരു സിലബസ് വെച്ചിട്ട് പ്രോബ്ലമാറ്റിക് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഡേറ്റാബേസിന്റെ ക്വറീസ് ചോദിക്കാം, അതുപോലെ തന്നെ നെറ്റ്വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് നമുക്ക് പറയാം, അതുപോലെ മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിച്ചു കാണാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിന് എപ്പോഴും ഓർത്തിരിക്കുക, തിയറി ബേസ്ഡ് നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് കാണും. ഇതാണ് ഈ 2 കാറ്റഗറിയിൽ വരുന്നതാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അതായത് ഈ ആദ്യത്തെ 3 കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു എബോ ആവറേജ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ലാസ്റ്റ് 2 കാറ്റഗറീസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ എന്താണ് ടോപ്പ് റാങ്കിലോട്ട് എത്തിക്കാനായിട്ട്. അപ്പം എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഈ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ട് എന്തെല്ലാം ടെക്സ്റ്റ് ബുക്കുകളാണ്, എന്തെല്ലാം റെഫറൻസുകളാണ് നമുക്ക് നമ്മുടെ സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ ITI ബേസ്ഡ് ആയിട്ട് PSC നടത്തുന്ന എല്ലാ എക്സാംസിനും റെഫർ ചെയ്യേണ്ട ഒരു മെയിൻ ടെക്സ്റ്റ് ബുക്കാണ് നിമി ബുക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്, bharatskills.government.in/home/CTS എന്ന് പറയുന്നത്. അതായത് ക്രാഫ്റ്റ്സ്മാൻ ട്രെയിനിങ് സ്കീം എന്നാണ് CTS എന്ന് പറയുന്നത്. ഭാരത് സ്കിൽസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഓൾ ഇന്ത്യ, അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ് ആണ്. എന്തിന് ബേസ് ചെയ്തിട്ട് ITI ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ലേണിംഗ് പോർട്ടലിലായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ആ സൈറ്റിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നിമി ബുക്സ് ഓരോ സെമസ്റ്ററിലും ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണ്. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ടോപ്പിക്സും തന്നെ ഈ ബുക്കിൽ കവർ ചെയ്യാൻ സാധിക്കും. പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ഡേറ്റാബേസ് സിസ്റ്റം കൺസെപ്റ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏതാണ് സിൽവർ ഷാർട്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ആണ്. അത്
വളരെ എന്താണ് അതിന്റെ ബേസിക് ഉൾപ്പെടെ, അതായത് ഓരോന്നും എങ്ങനെയാണ് കണക്റ്റഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ഡേറ്റാബേസ് മോഡ്യൂളിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ടാനിൻബോം ആണ് ഏറ്റവും റെഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് എപ്പോഴും. ആ ഒരു നെറ്റ്വർക്കിനകത്ത് എല്ലാ, അതായത് എന്താണ് ആ ISO OSI ലെയറും ഓരോ പ്രോട്ടോകോൾസും അതിന്റെ പോർട്ട് നമ്പറും അതുപോലെ എന്തെല്ലാം ടൈപ്സ് കണക്ഷൻസ് ഉണ്ട്, അതുപോലെ നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ഏതൊക്കെയാണ്, അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എൻഡയർ എന്താണ് ഈ ഒരു നെറ്റ്വർക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള. അപ്പൊ ഈ ഒരു ടെക്സ്റ്റും റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ബാക്കി സബ്ജക്ട്സിനെല്ലാം തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ, ഇപ്പൊ വെബ് ടെക്നോളജി അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് അതുപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജാവ ബേസ്ഡ് ആയിട്ടുള്ള ബുക്സ് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി ഇതല്ല, നമ്മുടെ വെബ് പേജസ് അല്ലെങ്കിൽ വെബ് ഡിസൈനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ടൂൾസ് അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിനോടൊപ്പം എന്താണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഉൾപ്പെടെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കി പ്രോഗ്രാം ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഒരു വെബ്സൈറ്റും കൂടെയാണ് W3 സ്കൂൾസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ എന്താണ് നമുക്ക് എന്താണ് ഇപ്പൊ ഒരു ഔട്ട്പുട്ട് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ ഈ ഒരു പ്രോഗ്രാം കണ്ട് നമ്മൾ അത് കൂടുതൽ മനസ്സിലാക്കി ഇരുന്നാൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നതെന്നും ഒരു ചെറിയ ചേഞ്ച് അതിനകത്ത് ക്വസ്റ്റ്യനകത്ത് മാറി വന്നാൽ പോലും നമുക്ക് അത് ഇറർ ആണോ വരുന്നത് അതോ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുമോ എന്നുള്ളത് പോലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിനുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് ഈ വെബ്സൈറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ഇത്രയാണ് നമ്മൾ മെയിൻ റെഫറൻസ് ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കാണേണ്ടത്. നെക്സ്റ്റ്, ഇനി നമുക്ക് ഒരു PSC എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ സാധാരണ തിയറി എക്സാം പോലെ എക്സാമിന്റെ തലേ ദിവസം 1-2 മണിക്കൂർ കൂടുതൽ എക്സ്ട്രാ ഇരുന്ന് പഠിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്ത് കിട്ടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ MCQs മാക്സിമം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ സ്പീഡും അതുപോലെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്ത് കിട്ടാനും അതിന്റെ ഇക്വേഷൻസ് എല്ലാം പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടീസ് കൂടിയേ തീരുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ്സ് ആണ്. മെയിൻ ആയിട്ട് ഏതൊരു ടോപ്പിക്, ഏതൊരു സബ്ജക്റ്റും ഏതൊരു ട്രേഡും എടുത്ത് നോക്കിയാൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ട് MCQ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ് സാൻഡ് ഫൗണ്ടറി എന്ന് പറയുന്നത്. ബേസിക് ലെവൽ മുതൽ ടഫ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ കാണാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് textbook.com എന്ന് പറയുന്നത് നമ്മുടെ ഗേറ്റ് ലെവൽ മുതൽ ഓൾ ഇന്ത്യ നടക്കുന്ന എല്ലാ ടെക്നിക്കൽ ആയിട്ടുള്ള കോർ പേപ്പേഴ്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ടെക്സ്റ്റ് ബുക്കിൽ വിത്ത് എക്സ്പ്ലനേഷൻ അവൈലബിൾ ആണ്. ഇഫ് നമ്മളൊരു ആൻസർ ചെയ്യുമ്പോൾ അത് എന്താണ് നമുക്ക് ആൻസർ ഗസ് ചെയ്ത് നമ്മൾ തെറ്റായിരിക്കാം, ബട്ട് അതിന്റെ ഓരോന്നിന്റെ എക്സ്പ്ലനേഷനും ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. ദെൻ എക്സാം റഡാർ എന്ന് പറയുന്ന സൈറ്റ് ബേസിക് ആയിട്ടുള്ള നോളജിന് നല്ലതാണ്. ജാവ ടി പോയിന്റ് ഓൾറെഡി പറഞ്ഞു, നമ്മള് എന്താണ് ജാവാസ്ക്രിപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്, അതുപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെബ് ഡിസൈനും ഒക്കെ ആയിട്ട്. സോ ഈ ഒരു സൈറ്റും നമുക്ക് അതുപോലുള്ള പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ എക്സാം വേദ, ഈ എക്സാം റഡാർ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കൺസെപ്റ്റുകളും അതിനെ അനുബന്ധിച്ചുള്ള MCQs ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റാണ് എക്സാം വേദ എന്ന് പറയുന്നത്. ഈ ബേസിക് ആയിട്ടുള്ള ഇത്രയും സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഒരുവിധം MCQs നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആവുമ്പോൾ നമ്മൾ ജസ്റ്റ് തിയറി വായിച്ചത് കൊണ്ട് മാത്രമാവുന്നില്ല, നമ്മൾ അതിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് ആ ഒരു എക്സാമിന് നമ്മൾ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെ വരുന്നതാണ്. സോ പ്രിപ്പറേഷൻ ഈസ് ദ കീ. നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം പ്ലാൻ എന്ന് പറയുന്നത്, ഒരു പ്ലാൻ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു ഇപ്പൊ ഇത്ര ദിവസമേ ഉള്ളൂ, ആ ഇത്ര ദിവസത്തിനുള്ളിൽ പ്രോപ്പർ ആയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം, ആ ടോപ്പിക്സ് കവർ ചെയ്തിട്ട് എങ്ങനെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ എനിക്ക് വരുന്ന PSC എക്സാമിന് ക്വസ്റ്റ്യൻസ് എളുപ്പമാകും അല്ലെങ്കിൽ എനിക്ക് ടോപ്പ് റാങ്കിൽ എത്താൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്ലാനോട് കൂടിയിട്ട് മുന്നോട്ട് പോയിട്ടേ നമുക്ക് കാര്യമുള്ളൂ. സോ പ്ലാൻ ആണ് ആദ്യത്തെ ഫേസ് ആയിട്ട് വരുന്നത്. ദെൻ ആ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്താണ് ആ പ്ലാനിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചെയ്തു തുടങ്ങണം. അതിനോടൊപ്പം പഠിക്കണം.
പിന്നെ എന്താണ് ഈ പഠിത്തത്തോടൊപ്പം തന്നെ റിവിഷനും അതിനോടൊപ്പം നോട്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ കണ്ടതാണ് ട്രേഡ്സ്മാന്റെ എക്സാം കട്ട് ഓഫ് എല്ലാം തന്നെ 70 എബോ 60 എബോ ആയിരുന്നു. ഏറ്റവും ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ PSC ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. 10 മോഡ്യൂൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ഓരോ ടോപ്പിക്കിന്റെയും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന്റെയും ഇൻ ഡെപ്തിലോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല തറവായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഉറപ്പായിട്ടും കട്ട് ഓഫ് നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാര്യം കോമ്പറ്റീഷൻ അതുപോലെയാണ്. എബൌട്ട് ഒരു 6000 ആൾക്കാരാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്താണ് ഈ ഒരു പ്ലാനോട് കൂടിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഈ എക്സാമിനെ കാണേണ്ടതുണ്ട്. നമുക്ക് ഇനി ആ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് സബ്ജക്ട്സ് ഏതൊക്കെയാണ് അതിനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഓരോരുത്തരുടെയും എന്താണ് ലേണിംഗ് ലെവൽ ഡിഫറെന്റ് ആണ്. സോ ഒരു സിലബസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സിലബസ് വെച്ചിട്ട് അതിൽ ഏറ്റവും ടഫ് മോഡ്യൂൾ ഏതാണ് അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ആ ടഫ് മോഡ്യൂൾ ഏതാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ടഫ് സബ്ജക്റ്റിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയും എന്താണ് നമ്മളെ സംബന്ധിച്ച് വളരെ കുറച്ച് ടൈം മാത്രം മതി, ഇന്ന സബ്ജക്ട് എനിക്ക് ഈസി ആയിട്ട് പറ്റും. ചിലർക്ക് പ്രോഗ്രാമിംഗ് സ്കില്ല് കൂടുതൽ ഉള്ളവർ കാണും. സോ അതിനനുസരിച്ച് ആ സബ്ജക്റ്റുകളെ പ്രയോറിറ്റൈസ് ചെയ്യുകയും അതിനനുസരിച്ച് ഓരോ സബ്ജക്റ്റുകളെയും എന്താണ് അതിനനുസരിച്ച് ആ ഒരു കൺസെപ്റ്റും ആ ഒരു ടോപ്പിക് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അതിനോടൊപ്പം തന്നെ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഹാൻഡ് റിട്ടൺ ആയിട്ട് നോട്ട്സ് നിങ്ങൾ എഴുതേണ്ടതുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ വായിച്ചു പോയിട്ട് കാര്യമില്ല. ഇപ്പൊ ഫോണിൽ എല്ലാവരും പഠിക്കുന്നതുകൊണ്ട് തന്നെ ഫോണിൽ ജസ്റ്റ് കണ്ടുപോയിട്ടും കാര്യമില്ല. ബട്ട് അത് നമ്മുടെ ബ്രെയിനിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹാൻഡ് റിട്ടൺ മെത്തേഡ് തന്നെയാണ് നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നെങ്കിൽ പോലും അതിന് മസ്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു ബുക്കിൽ എഴുതി ഒരു നോട്ടായിട്ട് കീപ്പ് ചെയ്ത് ഇടയ്ക്ക് അത് റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു എന്നുള്ളത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ബേസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം പ്രോബ്ലമാറ്റിക് ആയിട്ട് ഇതിനകത്ത് നമുക്ക് വളരെ കുറച്ച് മോഡ്യൂൾസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ മാനേജ് ചെയ്യാനായിട്ട് ഇക്വേഷൻസും അതുപോലെ ഇപ്പൊ DBMS ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് കൊറീസ് വരുന്നുണ്ട്. ആ കൊറീസിനകത്ത് തന്നെ നോർമലൈസേഷൻ കൺസെപ്റ്റ് നമുക്ക് എന്താണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊരു എലമെന്റ് വരുമ്പോഴാണ് ഈ നോർമലൈസേഷൻ ഫോമിൽ നിന്ന് വേറൊരു നോർമലൈസേഷൻ ഫോമിലോട്ട് നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ നമുക്ക് ഓർത്തിരിക്കണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിനെ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇനി നമ്മൾ ഒരു സിമ്പിൾ ടോപ്പിക്കാണ് ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചാണ് പഠിക്കുന്നെങ്കിൽ പോലും ഉറപ്പായിട്ടും നിങ്ങൾ അതിനെ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വെച്ച് അതിനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. ചുമ്മാ നമ്മൾ തിയറി ഒരു ലൈൻ വായിച്ചു പോയത് കൊണ്ട് ഒന്നും ആവത്തില്ല. നമുക്കിപ്പോ ഒരു മൗസ് എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസ് ആണോ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ, ബട്ട് ആ മൗസിനെ കണക്ട് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ടൈപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും കൂടെ അറ്റംപ്റ്റ് ചെയ്ത് കൂടെ പോകണം. എങ്കിൽ മാത്രമേ ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് എന്താണ് നിങ്ങൾ ഒപ്പം, അതായത് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ മാനേജ് ചെയ്ത് പോവുക. അത് റിവിഷൻ ടൈമിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ, അതായത് ആദ്യം മുതൽ ടോപ്പിക്സ് എല്ലാം കൂടെ ഒന്നും കൂടെ നോക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് നിങ്ങൾ നോട്ടായിട്ട് എഴുതി വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാവേണ്ട കാര്യങ്ങളാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് റിവൈസ് ചെയ്താൽ മതിയാകും. ബാക്കി കൺസെപ്റ്റ്സുകൾ എല്ലാം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഉറപ്പായിട്ടും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഓരോ ടോപ്പിക് ബേസ്ഡും അതുപോലെ ഓരോ മോഡ്യൂൾ വൈസ്ഡും എന്താണ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ എന്താണ് പ്രാക്ടീസ്, നമ്മൾ പറയുന്ന പോലെ തന്നെ നമുക്ക് എന്താണ് പ്രാക്ടീസ് മേക്ക് എവറിത്തിങ് പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ചുമ്മാ വായിച്ചു പഠിച്ച് ഒരു കഥ എഴുതാനല്ല നമ്മൾ പോകുന്നത്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് നമ്മൾ ക്രാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആ ഒരു എക്സാം എഴുതി തന്നെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താണ് എക്സാം ഹോളിൽ, നമുക്കറിയാം എത്ര എക്സാം നമ്മൾ എഴുതുന്നു എന്നുള്ളതല്ല, ഒരു എക്സാം ആണ് നമ്മൾ എഴുതുന്നെങ്കിലും ആ എഴുതുന്ന 75 മിനിറ്റ്സും നമുക്ക് വളരെ വാല്യുബിൾ
അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ അത് നമുക്ക് ഒരു എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ എക്സാം എഴുതി ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ആ ഒരു 75 മിനിറ്റ്സ് നമുക്ക് വളരെ കൂളായിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ഒരു സ്ട്രാറ്റജി അനുസരിച്ച് നമുക്ക് കൂളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പാനിക് ആകുകയും നമ്മൾ എക്സാമിന്റെ ആ ഒരു ഭീതിയോട് കൂടി ഇരിക്കുമ്പോൾ നെഗറ്റീവ് അടിക്കാനും നെഗറ്റീവിലോട്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രോപ്പർ ആയിട്ട് ഒരു ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് വെച്ച് പഠിക്കുകയും വീഡിയോസ് കണ്ട് പഠിക്കുകയും അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ഇതെല്ലാം തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റഡി സ്ട്രാറ്റജിയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും വളരെ കുറച്ച് ദിവസങ്ങൾ, ഓൾമോസ്റ്റ് 68 ഡേയ്സ് ആണെന്ന് തോന്നുന്നു ഇനി നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. ഓൾറെഡി നമ്മുടെ അക്കാദമി, ഏണസ്റ്റ് അക്കാദമി ട്രേഡ്സ്മാന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ റെക്കോർഡിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഇനി റെക്കോർഡിംഗ് ക്ലാസ്സുകളാണെങ്കിൽ നമുക്ക് ഒരു മെന്റർഷിപ്പോട് കൂടിയിട്ട് ആ ഒരു മെന്ററിന്റെ ഒരു ഗൈഡൻസോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഒരു ചെറിയ ഡൗട്ട് വന്നാൽ പോലും ഉടൻ തന്നെ അത് ക്ലാരിഫൈ ചെയ്ത് കിട്ടുകയും അങ്ങനെ നിങ്ങളുടെ പഠനത്തിന് ഒരാൾ ഇരുന്ന് പറഞ്ഞു തരികയാണ് ഇന്ന ടോപ്പിക്കാണ് ഇന്ന ദിവസം എന്ന് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനോട് കൂടിയിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റി എന്തെങ്കിലും ക്വറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എന്തെങ്കിലും ക്വറീസ് ഉണ്ടോ? വൈൻഡപ്പ് ചെയ്യാം മിസ്. ഈ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ? ക്വാളിഫിക്കേഷൻ ITI ബേസ്ഡ്, ഡിപ്ലോമ ബേസ്ഡ്, CS IT ട്രേഡുകളാണുള്ളത്. ഡിപ്ലോമക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലേ? ആർക്കാ? ഡിപ്ലോമ ഡിപ്ലോമ എന്ന് വെച്ചാൽ പറ്റും. എന്താന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള എക്സാംസിനെല്ലാം തന്നെ നമുക്ക് എന്താണെന്നറിയോ, ITI മാത്രമായിരുന്നു വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇത് കണ്ടോ, ഇതിനകത്ത് BTech എന്നുള്ള ഒരു കാറ്റഗറി ഇൻക്ലൂഡ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. ഓക്കെ, ഇതിനു മുമ്പ് നടന്ന എക്സാമിന്. പക്ഷെ ഇപ്പൊ നമ്മുടെ ട്രേഡ്സ്മാൻ വന്നിരിക്കുന്ന ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് വൈഡ് വിളിക്കുന്നത്. ഒരുപാട് പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്, പല ട്രേഡിലോട്ടും വിളിച്ചിട്ടുണ്ട്. മെക്കാനിക്കല്, അതുപോലെ ഇലക്ട്രോണിക്സ് മുതലായിട്ടുള്ള എല്ലാ ട്രേഡിലോട്ടും വിളിച്ചിട്ടുണ്ട്. ഒരുപാട് വേക്കൻസീസും വരാൻ ചാൻസ് ഉള്ള പോസ്റ്റാണ്. പിന്നെ ബേസിക് ലെവലേ ഉള്ളൂ, അത്ര ടഫ് ലെവലിൽ വരത്തില്ല, ബേസിക് ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ ബേസ് നന്നാക്കി പോയെങ്കിൽ എന്താണേലും നമ്മൾ എക്സാമിന്റെ ആ ഒരു കട്ട് ഓഫ് മാർക്ക് കണ്ടതാണ്. ഒരു 6 എത്രയാണ്, 2016 നടന്ന എക്സാം ആണെങ്കിലും 2017 നടന്ന എക്സാം ആണെങ്കിലും കട്ട് ഓഫ് കിടക്കുന്ന 62 ആ. ഇപ്പൊ നമുക്ക് ഒരു ഡിഗ്രി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിലും ഒരു HSST ആ ഒരു ലെവലിൽ നടക്കുന്ന എക്സാം ആണെങ്കിൽ പോലും കട്ട് ഓഫ് നമുക്കറിയാം ഒരു 50-60 ഇത് ട്രേഡ്സ്മാൻ എത്രയോ വർഷങ്ങൾ മുമ്പ് നടന്നതാണ്. ഡിസ്ട്രിക്ട് വൈസ് നടന്നിട്ടുണ്ടെങ്കിലും കട്ട് ഓഫ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉള്ള കൺസെപ്റ്റുകളും ഉള്ള സിലബസ് ടോപ്പിക്കും നല്ല ഡെപ്തിൽ, നല്ല തറവാകുന്ന രീതിയിൽ കവർ ചെയ്ത് പോകുന്നതായിരിക്കും ഒരു ടോപ്പ് റാങ്കിൽ നമ്മളെ എത്തിക്കാനായിട്ട് കാര്യമാണ്. ഓക്കെ, അതുപോലെ കൺഫർമേഷൻ കൊടുക്കാനുള്ളവരുടെ ലാസ്റ്റ് ഡേറ്റ് March 11 ആണ്. മറക്കാതെ തന്നെ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. മാഡം, CS-നും IT-ക്കും രണ്ടും സെയിം സിലബസ് ആണോ? അല്ലല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള സിലബസ്. ITക്ക് വേറെ കുറച്ച്, അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉണ്ട് ITക്ക്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂൾ വരുന്ന ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആണ്. സെക്കൻഡ് മോഡ്യൂൾ അസംബ്ലിംഗ് ഇൻസ്റ്റലേഷൻ, അങ്ങനെ കുറച്ച് മോഡ്യൂൾസ് ആണ്. പിന്നെ തേർഡ് എന്തോ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസോ അങ്ങനെ ഏതാണ്ടൊക്കെയാണ്. സെയിം അല്ല. ഓക്കെ, സോ എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ താഴെയുള്ള ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ്. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.